പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് സുവിശേഷങ്ങളിലെ യേശു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാം ഭാഗം ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ചെയ്തിരുന്നു, 10 ദിവസത്തിന് മുൻപ്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗമാണ്. ഇതോടുകൂടി ആ ഒരു ഭാഗം തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം യേശു എന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമ്മൾക്ക് സുവിശേഷം പഠിക്കുന്നതിന് ആവശ്യമുണ്ട്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തെപ്പറ്റി പഠിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾക്ക് കുറച്ച് കൂടുതൽ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും, നമ്മുടെ ഹൃദയത്തിൽ തങ്ങും. കാരണം ഇത് ക്രിസ്ത്യാനികൾക്ക് പോലും അങ്ങനെയാണ് ആവശ്യം, അതില്ല. അപ്പം ഞാനിതൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു വിവരണം. പക്ഷേ എനിക്ക് സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ പോയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് അത്യാവശ്യമാണ് എന്ന്, ഇത് തുടക്കത്തിൽ തന്നെ ആവശ്യമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഭാഗങ്ങൾ 1ഉം 2ഉം ഭാഗങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് യൂട്യൂബിൽ അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. എനിക്കൊന്നും നേടാനല്ല, ഒന്നും കാര്യത്തിനല്ല. എനിക്കൊരു സന്തോഷമെന്ന് പറയുന്നത് നിങ്ങളിത് കാണുക, കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് അറിയുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ മനസ്സിലാക്കുക, ക്രിസ്തു മതത്തെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പാനീയമതസ്ഥരായിരിക്കും കൂടുതലും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു നല്ലൊരു അറിവ് കിട്ടും. അപ്പോഴേ നിങ്ങൾക്കും ഇതിനെപ്പറ്റി സംസാരിക്കാനും വിമർശിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നല്ലപോലെ അറിയാതെ കോതയ്ക്ക് വായിൽ വരുന്നത് പാട്ടാണെന്ന് പറയുന്ന പോലെ പറയാഞ്ഞാൽ ആരാണ് വകവയ്ക്കുന്നത്, ആരാണ് അതിനെ മാനിക്കുന്നത്? അതുകൊണ്ട് നല്ലപോലെ പഠിച്ചിട്ട് ഞാനും കുറേയൊക്കെ ഇപ്പോൾ ഹിന്ദുമതത്തെ പറ്റിയും മറ്റ് വിവേകാനന്ദ സ്വാമിജികളുടെ പുസ്തകങ്ങളും ഒക്കെ വായിച്ചൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടാണ് എനിക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയുന്നത്. അതുപോലെ ദയവേത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്, സമയം പാഴാക്കരുത്. നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. എനിക്ക് പനിയും കാലാവസ്ഥയുടെ ഈ പ്രശ്നങ്ങളൊക്കെ ബാധിച്ച് ഇച്ചിരി കൂടുതലായിട്ട് ബാധിച്ചിരുന്നു ഞങ്ങൾ 2 പേരെയും. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് നീണ്ടുപോയത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം മറു ദിവസം തന്നെ അത് ചെയ്തു പോയേനെ. അപ്പോൾ ഇത് സുവിശേഷങ്ങളിലെ യേശു എന്ന വ്യക്തിയുടെ കുറിച്ചുള്ള 2ാം ഭാഗമാണ്. അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് ഞാൻ വിവരിക്കുന്നില്ല, വാക്യങ്ങൾ പറഞ്ഞു പോവുകയേ ചെയ്യുന്നുള്ളൂ. വേദവാക്യങ്ങൾ ഭാഗങ്ങൾ അല്ലെങ്കിൽ സമയം നീണ്ടുപോകും. അത് നിങ്ങൾ ആ വാക്യങ്ങൾ ബൈബിൾ കൊടുത്ത് വെച്ച് വായിച്ച് നോക്കണം. അത് ഞാൻ വായിച്ച് വിശദീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ വെച്ച് ഓരോ അധ്യായങ്ങൾ വീതം നമ്മൾ വെച്ച് പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ ഇതെല്ലാം വിശദമായിട്ട് കൂടുതലായിട്ട് പറയാനും കഴിയും. അപ്പോൾ യേശുവിൻ്റെ ആ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ബൈബിളിലുടനീളം ആദ്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ യേശു വരെയുള്ള ഭാഗങ്ങളിൽ 23 വ്യക്തികളെ ഈ പേരിൽ ഇതുപോലെ തന്നെ യഹോവ എന്ന ദൈവം നിയോഗിച്ച് ദൈവജനത്തിന് രക്ഷാകർതൃത്വം വഹിച്ച് ജീവിതം അർപ്പിച്ച 23 വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മോശ തന്നെയാണ്. ഇതിനടിസ്ഥാനമിട്ട ദൈവം കൽപ്പിച്ച് അടിസ്ഥാനമിട്ട മോശ തന്നെയാണ്. 2 തൻ്റെ അസാധാരണ ധീരമായ ദൈവത്തിൻ്റെ കൃപയാൽ തന്നെ ധീരമായ സൈനിക നേതൃത്വത്താൽ യാഹ്വയുടെ നിർദ്ദേശാനുസരണമായി തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് രാജ്യം നേടിക്കൊടുത്ത ജോഷുവ എന്ന വ്യക്തിയെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ മോശയുടെയും ജോഷുവയുടെയും കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി ഒരു അബ്സ്ട്രാക്റ്റ് ഫോമായിട്ട് കിട്ടുന്നത് നിയമാവർത്തനം 34-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 7 മുതൽ
12 വരെയുള്ള 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുകൊണ്ട് മോശയും ഒക്കെ പറ്റി ദൈവം നിയമിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ആ 2 പേരെ എന്ന് പറഞ്ഞ് 23 പേരെയും കൂടെ പറയുന്നില്ല. അതിൽ ആദ്യത്തെ 2 പേരെയാണ് പറഞ്ഞത്. ഇനി ഏറ്റവും അവസാനത്തെ വ്യക്തി എന്ന് പറയുന്നത് ചരിത്ര പുരുഷനും ലോക ചരിത്രത്തിൻ്റെ തന്നെ കേന്ദ്ര ബിന്ദുവുമായ ഹീബ്രു ഭാഷയിൽ മെസ്സിഹ അഥവാ ഗ്രീക്ക് ഭാഷയിലും മലയാളത്തിലുമൊക്കെ ക്രിസ്തു തന്നെയായ യേശു എന്ന ഈ വ്യക്തിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വ്യക്തിയെ തന്നെയാണ് ഏറ്റവും അവസാനത്തെ വ്യക്തി. അപ്പോൾ യൂദായജനം മുഴുവനും ലോക ആരംഭം മുതൽ തന്നെ ഈ യേശു വരുന്നിടം വരെ അന്ന് വരെയും പ്രത്യാശ വച്ചിരുന്ന ആ ലോകരക്ഷകൻ യേശു. അപ്പോൾ ലോക ആരംഭം മുതലെന്ന് പറയുമ്പോൾ സൃഷ്ടി മുതൽ അന്ന് തന്നെയാണ്. അത് ബൈബിളിൽ 2-ാം അധ്യായത്തിൽ മുതൽ പിന്നെ 3-ാം അധ്യായത്തിൽ 15-ാമത് വാക്യത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ആ വാഗ്ദാനം അന്ന് മുതൽ ആദം മുതൽ എല്ലാവരും തന്നെ ഈ രക്ഷകനെ നോക്കി കഴിയുകയാണ്. മനുഷ്യർ മാത്രമല്ല, സാത്താനും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. കാരണം സാത്താനും അന്ന് ഇതൊക്കെ പറയുമ്പോൾ സാത്താൻ്റെ മുമ്പിൽ വെച്ചാണ് കർത്താവ് പറഞ്ഞ സർപ്പത്തിൻ്റെ മുൻപിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പം അവന് നോക്കിയിരിക്കുകയായിരുന്നു ഈ രക്ഷകൻ എപ്പോഴാണ് എന്നാണ് വരുന്നത്, തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുന്നവൻ എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അന്ന് മുതൽ അപ്പോൾ ലോക രക്ഷ എന്ന് മുതലാണ് പ്രതീക്ഷിച്ചിരുന്നത്? ആദാമിൻ്റെയും ഹവ്വായുടെയും കാലം മുതൽ തന്നെയായിരുന്നു. അത് പർദീസായിൽ വെച്ച് ദൈവം വാഗ്ദാനം ചെയ്തപ്പോൾ അപ്പോൾ ഈ യേശു പൊതുജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എങ്ങനെയായിരുന്നു പ്രത്യക്ഷതയിൽ തന്നെ പ്രഥമദൃഷ്ട്യാ നമുക്ക് കാണാൻ കഴിയുന്നത്? രൂപത്തിൽ നമ്മളെ ആകാര സൗഷ്ഠവത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തികളിൽ എല്ലാം തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ബൈബിളിൽ പഴയ നിയമത്തിൽ ഒക്കെ പറയുന്ന പ്രവാചകന്മാർ 7 പേരുടെ കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത്. പൂർവ്വപിതാവായ യൗസേപ്പ് മുതൽ ജെറമ്യ വരെയുള്ള ഭാഗങ്ങളാണ്, അവരുടെ കാര്യങ്ങളാണ്. അതിലുള്ള ആ സ്വഭാവ ഗുണവിശേഷങ്ങളെല്ലാം ഒന്നുചേർന്ന് ഉരുക്കിച്ചേർത്ത് ഒന്നിച്ചാക്കിയ ഒരു സ്വഭാവ ഗുണവും ആകാര സൗഷ്ഠവുമായിരുന്നു യേശുവിൻ്റേത്. ആകാര രൂപവും അത് തന്നെയായിരുന്നു ആ 7 പേരുടെയും അതുപോലെ തന്നെ. ഒന്ന് ഞാൻ പറയാൻ പോകുന്നത് പൂർവ്വ യൗസേപ്പ് എന്ന നമ്മുടെ പൂർവ്വപിതാവായ യോസഫിൻ്റെ മകൻ ആയ യോസഫ് എന്ന നമ്മുടെ പൂർവ്വപിതാവ് തന്നെയാണ്. ആ യോസഫിൻ്റെ സ്നേഹമഹിമ, ഞാനതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ പറയാം. സ്നേഹമഹിമയും മോശയുടെ തേജോപ്രഭാവവും ജോഷുവായുടെ കർമ്മശേഷിയും ദാവീദ് രാജാവിൻ്റെ കർത്തൃഭക്തിയും ഏലിയ പ്രവാചകൻ്റെ ആജ്ഞാശക്തിയും യേശയ്യ പ്രവാചകൻ്റെ പ്രതിഭയും ജെറമ്യായെ പോലെ ശ്രേഷ്ഠതയാർന്ന പ്രവാചക ദൗത്യധീരതയും ഇവയെല്ലാം പൂർണ്ണാർത്ഥത്തിലും വ്യക്തിരൂപത്തിലും തന്നെ നിറഞ്ഞ് തൻ്റെ ദിനകൃത്യങ്ങളിൽ വ്യാപരിക്കുകയും ഇതിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ എതിരാളികൾ നടത്തിയിരുന്നത് പിശാച് ബാധിതനാണ്, ഭ്രാന്തനാണ്, പിശാച് ബാധിതനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത്, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത, ഒരു പ്രവാചകന്മാരും ചെയ്തിട്ടില്ലാത്തതെന്ന് ഈ എതിരാളികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അതായത് യേശുവിനെ അറസ്റ്റ് ചെയ്യാനും ബന്ധിക്കാനൊക്കെ പലപ്പോഴും ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. കാരണം ഇതുവരെയുള്ള പ്രവാചകന്മാരെ അവർക്ക് ഇഷ്ടം പോലെയൊക്കെ ദ്രോഹിക്കാനും കൊല്ലാനും സാധിച്ചു. പക്ഷേ ഈ യേശുവിൻ്റെ അടുക്കലെത്താൻ കഴിയുന്നില്ല. അപ്പോഴങ്ങനെ ഒരു ഇതെല്ലാം അവരുടെ ഈ ഗുണങ്ങളെല്ലാം പൂർണ്ണ അർത്ഥത്തിലും വ്യക്തി രൂപത്തിലും നിറഞ്ഞ ധനകൃത്യങ്ങളിൽ വ്യാപരിക്കുകയും അപവാദ പ്രചരണങ്ങളൊക്കെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിട്ട് ധനികരുടെയും അതിനെയൊന്നും മൈൻഡ് ചെയ്തില്ല. ധനികരുടെയും സാധുക്കളുടെയും പാപികളുടെയും അന്നത്തെ യഹൂദ ജനം മഹാപാപികളെന്ന് വിധിച്ചു തള്ളിയിരുന്ന ചുങ്കക്കാരെന്ന് പറഞ്ഞ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിന്ന് ചുങ്കം പിരിക്കാനുള്ള ഈ ജനങ്ങളിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന്. അതുകൊണ്ടാണ് അവർ പാപികളായത് എന്നാണ് അവരുടെ വിവക്ഷ. അപ്പോൾ ചുങ്കക്കാരുടെയും ഉല്ലാസങ്ങളിലൊക്കെ പങ്കുകൊള്ളുകയും അവരോടൊപ്പം ചേരുകയും പരസ്യ പാപികൾക്ക് പോലും മാപ്പ് കൊടുക്കുകയും സമൂഹം അബലകളെന്ന് തള്ളിക്കളഞ്ഞിരുന്ന സ്ത്രീജനങ്ങളുടെയും സേവന ശുശ്രൂഷകളൊക്കെ സ്വീകരിക്കുകയും അബലകളും നിസാരരും അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച്. കാരണം അവർക്കൊന്നും സ്ഥാനമില്ലായിരുന്നു സമൂഹത്തിൽ. കുഞ്ഞുങ്ങളെയൊന്നും ആർക്കും അവർക്ക് ഒരു സ്ഥാനവും ഇല്ല. അപ്പോൾ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും തന്നെ ശുശ്രൂഷകൾ ചെയ്തിരുന്ന വളരെ തേജസ്വിയായ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ഈ യേശുവിനെ അല്ലെങ്കിൽ മിശിഹ എന്ന മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന ഈ യേശുവിനുണ്ടായിരുന്നത്. അത് നമ്മൾ സുവിശേഷങ്ങളിലുടനീളം നമുക്ക് കാണാം. ഇനിയും ഈ യേശുവിനെ ജനങ്ങൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവത്വമായി നമ്മൾ പഠിക്കുന്നത് മനുഷ്യനായ യേശുവിനെയാണ്. മനുഷ്യത്വം മാത്രമുള്ള എങ്ങനെയായിരുന്നു മനുഷ്യത്വ ഭാവവും യേശുവിനുണ്ടായിരുന്നതെന്ന്, ജനങ്ങൾ എങ്ങനെയാണ് യേശുവിനെ കണ്ടിരുന്നതെന്ന് നമുക്ക് നോക്കാം. മത്തായി 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ്? അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ഉദയദീപ്തി ഉദയം ചെയ്തു. ഇതിങ്ങനെയാണ് അന്നത്തെ ജനങ്ങൾ മുഴുവനും കണ്ടിരുന്നത്. അത് യേശു എന്ന ആ ഉദയദീപ്തി ഉദയം ചെയ്തു. ഈ ആദ്യം മുതൽ പറഞ്ഞല്ലോ, ചരിത്ര അതീതകാലമാണ് ആദാമിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഇനി ചരിത്രം പറയാനില്ല. ചരിത്രം മനുഷ്യ ബുദ്ധിക്ക് നമുക്ക് അത് കണക്കാക്കാൻ ഗണിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അന്ന് മുതൽ ഉണ്ടായിരുന്ന ഇന്ന് വരെയും ഉണ്ടായിരുന്ന ജനതകളെല്ലാം അവർക്ക് സമസ്ത മേഖലയിലും, അതായത് പാപത്തിൻ്റെ പിടിയിലായിരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉദയദീപ്തി ഉദയം ചെയ്തതാണ് യേശുവിൻ്റെ ആഗമനം എന്ന് പറയുന്നത്. നിഭക്തകളായ സ്ത്രീജനങ്ങളാണെങ്കിൽ യേശുവിനെ കണ്ടിട്ട്, യേശുവിൻ്റെ വാഗ്ധോരണി കേട്ടിട്ട് ആ ആജ്ഞാശക്തി, ആ കണ്ണുകളുടെ പ്രകാശം, മാസ്മരശക്തി, ആകാര സൗഷ്ഠവം, അതുപോലത്തെ തന്നെ ആ ഭാഷണം, ചാതുരി, ഇതെല്ലാം കണ്ടിട്ട് യേശുവിൻ്റെ അമ്മയെയും പുകഴ്ത്തിയിരുന്നവരാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ പറയുന്നത്. നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മാറടവും എത്രയോ ഭാഗ്യമുള്ളവ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് മറിയേ നീ ഏറ്റവും ഭാഗ്യവതിയാണ്, ഒരുത്തർക്കും ഇങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തതുമില്ല എന്ന് ആ സ്ത്രീജനങ്ങളെല്ലാം മറിയത്തെയും പുകഴ്ത്തിയിരുന്നു എന്നാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. അപ്പം നല്ല അവർ മാത്രമല്ല, ഈ എതിരാളികളെല്ലാം തന്നെ എന്തുകൊണ്ടാണ് എതിരായത്? അവർ തങ്ങളുടെ കൊള്ളരുതാഴികൾക്കും കപട ആത്മീയതകൾക്കും എതിരായിട്ട്
സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെയാണ് കണ്ടത്. പ്രവാചകരിലും വലിയ പ്രവാചകൻ എന്ന് പ്രവാചകന്മാരാരും ഇതുപോലെ ഇത്ര കർശനമായിട്ട് ജെറമിയായുടെ കൂട്ട് തന്നെ ഇതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അവർക്കെല്ലാം അറിയാം ഇത് ക്രിസ്തുവിനെ അവർ പുസ്തകത്തിൽ വായിച്ചറിഞ്ഞിരുന്നു. മെസ്സിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന രക്ഷകനാണ് ഈ യേശു എന്നവർക്ക് സംശയമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഈ സൻഹെദ്രീൻ സംഘത്തിൽ അവരുടെ പ്രമാണി സംഘം അവരുടെ കോടതിയിലെ അംഗങ്ങളാണ്. സൻഹെദ്രീൻ സംഘങ്ങളിൽ ഉള്ള പ്രധാനികൾ അവരെല്ലാവരും. അപ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനിയും ഇങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ, അവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രമാണിത്വം നഷ്ടപ്പെടും, പുരോഹിത ശ്രേഷ്ഠത നഷ്ടപ്പെടും എന്നുള്ള ഒരു വ്യഗ്രതയായിരുന്നു, അവർക്കൊരു ഭീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നു. അവർക്കൊക്കെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അതേസമയം ജനങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു 80% പേരും ഈ സൻഹെദ്രീൻ സംഘത്തിൽ 72 പേരിലും അതിൽ തന്നെ ഒരു 80% പേരും തന്നെ ഇവൻ തന്നെയാണോ ക്രിസ്തു എന്ന് സംശയം ഉണ്ടായിരുന്നു. അവരുടെ അന്തരംഗത്തിൽ ഉയർന്നു വന്ന ഈ സംശയങ്ങൾ അവർ പലപ്പോഴും ചർച്ച ചെയ്തിരുന്നതായിട്ട് സുവിശേഷങ്ങളിൽ കാണാൻ പറ്റും. അവർ ചർച്ച ചെയ്തിരുന്നു. പിന്നെ അവർക്കത് അംഗീകരിക്കാൻ വയ്യ. കാരണം അത് അംഗീകരിച്ചാൽ തങ്ങളുടെ നിലനിൽപ്പ്, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഇല്ലാതാകും. അവർ ആത്മീയതയെല്ലാം നോക്കിയത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ അടച്ചു കളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ കടലും കരയും എല്ലാം ചുറ്റി സഞ്ചരിച്ച് എല്ലാവരെയും മതത്തിൽ ചേർത്തിട്ട് അവരുടെ നേരെ ഒരുപാട് നിയമങ്ങൾ ഏൽപ്പിച്ച് അവരെയും വിഷമവൃത്തത്തിലാക്കി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ചില കൂട്ടായ്മകൾ, ക്രൈസ്തവ കൂട്ടായ്മകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള ചില ക്രൈസ്തവ വിഭാഗങ്ങൾ തമസ്കരിച്ച ബൈബിൾ ഭാഗങ്ങൾ പലതും തമസ്കരിച്ച് അവരുടേത് മാത്രമായിട്ടെടുത്ത് പറഞ്ഞ് അതിന് അവരുടേതായിട്ടുള്ള അവരുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് ഈ അന്നത്തെ പുരോഹിത വർഗത്തിൻ്റെയും പ്രമാണികളുടെയും ഫരിസേയരുടെയും പോലെ തങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് അത് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനങ്ങളും ആക്കി അവർ ഇപ്പോഴും അണികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറൊന്നും അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ ബൈബിളിനെ പറ്റി ചിന്തിക്കാനോ ഒരു തീരുമാനം എടുക്കാനോ സത്യം അറിയാനോ അവർക്ക് സാധിക്കില്ല. ആ വിധത്തിലാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് ശരി തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറയും. അപ്പോൾ അതാണ് നമ്മൾ ബൈബിളിൽ നിക്കോദേമൂസ്, അരിമത്ഥ്യക്കാരൻ ജോസഫ് എന്നിവരെയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ മറ്റ് സാമാന്യ ജനതകൾ, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചിതറി പാർത്തിരുന്ന യഹൂദ ജനതകൾ, പല രാജ്യങ്ങളിലായിട്ട് പാർത്തിരിക്കുന്ന വിദൂര രാജ്യങ്ങളിൽ പാർത്തിരുന്നവരും എല്ലാം തന്നെ ഇവൻ ക്രിസ്തു ഇതെല്ലാം പറഞ്ഞു കേട്ടറിഞ്ഞപ്പോൾ ഇതാണ് ക്രിസ്തു എന്ന് സംശയിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 11-ാം വാക്യം, 7-ാം അധ്യായം 41-ാം വാക്യം, 4-ാം അധ്യായം 53-54 വാക്യങ്ങളെല്ലാം ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. ആ ജനങ്ങൾ അവരുടെയൊക്കെ ആ ഒരു പ്രതിഫലനം ആ ചിന്തകളുടെ ഇതിനകത്ത് കാണാം. അപ്പോൾ നമുക്ക് യോഹന്നാൻ്റെ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഗ്രീക്ക് അവിടെ ഉള്ള യഹൂദമതത്തിൽ ചേർന്നവരും യഹൂദരായിട്ടുള്ളവരും പെരുന്നാളിന് വന്നപ്പോൾ അവർക്കും യേശുവിനെ കാണണം, സംസാരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. അപ്പം കാരണം എന്താണ്? അവരുടെ മനസ്സിലും ഇതായിരുന്നു ചിന്ത. ഈ പറഞ്ഞു കേട്ടപ്പോൾ ഇതായിരിക്കണം ക്രിസ്തു, തങ്ങളുടെ രക്ഷകൻ, ലോകരക്ഷകൻ, പാപത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുന്നവൻ, ജനതകളെ മോചിപ്പിക്കുന്നവൻ ഇവൻ തന്നെ ആയിരിക്കണം എന്നുള്ള സംശയം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റ് ജനതകൾ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള ആ എഴുന്നള്ളത്തിൻ്റെ സമയത്ത് 10,000-കണക്കിന് ജനങ്ങളും വൃദ്ധരും കുട്ടികളും സ്ത്രീകളും എല്ലാം ഓടിക്കൂടി അവിടുത്തെ രാജാവായിട്ട് എതിരേറ്റുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞില്ല രാജാവാണെന്ന്.
എതിരേറ്റ് കൊണ്ടുപോകണം രാജാവാക്കാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ അദ്ദേഹം അതിന് നിന്നില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സക്കേവൂസും കൂട്ടരും, അതായത് ചുങ്കക്കാരും എല്ലാം ഒന്നിച്ച് വിരുന്ന് നടത്തി യേശുവിനെ സൽക്കരിക്കുന്നതും സ്വീകരിക്കുന്നതും അവിടെ യേശുവിൻ്റെ അനുയായികളായിട്ട് മാറുന്നതും നമുക്ക് കാണാം. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ, സാധാരണക്കാരായ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നവർ, ഇങ്ങനെയെല്ലാം ധാരാളമായിട്ട് കാണാം. അതായത് യേശുവിൻ്റെ ആ സംസാരശേഷി മാത്രമല്ല, ആജ്ഞാശക്തി മാത്രമല്ല, ആകാര സൗഷ്ഠവം ഒരു അസാധാരണത്വമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും ഒന്നും കൂടെ ആകർഷിക്കാൻ സാധിച്ചതെന്ന് തന്നെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. കാരണം എപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ, ഒരു 10,000 ഒന്നുമല്ല, ജനങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, തിരക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ ആ രൂപഗംഭീരം തന്നെ, ഗാംഭീര്യം തന്നെ സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും നമ്മൾക്ക് അത് ചെതിഞ്ഞെടുത്താൽ കാണാവുന്ന, നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. അത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 അടിയിലേറെ ഉയരം ഉണ്ടായിരുന്നിരിക്കണം. കാരണം സക്കേവൂസിനെ അവിടെ യെരുസലേമിലേക്കുള്ള പാതയിലാണല്ലോ, സക്കേവൂസിന് ആ യാത്രയിലാണ് സക്കേവൂസിൻ്റെ ഭവനത്തിൽ കയറുന്നത്. സക്കേവൂസ് എവിടെ ആയിരുന്നു? ഒരു മരത്തിൻ്റെ മുകളിൽ വള്ളി പിടിച്ച് കയറിയിരിക്കുകയായിരുന്നു. കാരണം യേശുവിനെ താഴെ നിന്ന് നോക്കാനുള്ള പൊക്കമില്ലായിരുന്നു. അപ്പോൾ ഈ 10,000കണക്കിന് ജനങ്ങൾ മുൻപും പിൻപും വശങ്ങളിൽ നിന്ന് തിരക്കി ഇങ്ങനെ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സക്കേവൂസിനെ, ഇത്രയും ഉയരത്തിലിരിക്കുന്ന സക്കേവൂസിനെ യേശുവിനെ എങ്ങനെ കാണാൻ സാധിക്കും? നമ്മൾ മനുഷ്യമായിട്ട് ചിന്തിച്ച് നോക്കുക. അപ്പോൾ സാമാന്യ ജനങ്ങളെയൊക്കെ കവിഞ്ഞുള്ള ഉയരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞത്. അവരോട് ഞാൻ പറഞ്ഞ 6 അടിയിലേറെ ഉയരമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാണാം, ജെറീഖോയിൽ നിന്ന് ബെഥാനിയയിലോട്ട്, യെരുസലേമിലോട്ടുള്ള യാത്രയിലിടയ്ക്ക് ബെഥാനിയയിലാണ് വിശ്രമിക്കുന്നത്, ബെഥാനിയ ലാസറിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ചെല്ലണമെങ്കിൽ എങ്ങനെയാണ്? 3500 അടിയിലേറെ ഉയരമുള്ള മലയാണ് അവിടെ ബെഥാനിയ, ആ മലമ്പ്രദേശമാണത്, പട്ടണമാണ്. അപ്പോൾ അവിടെ ഈ എങ്ങനെയാണ്? വെറും 6 മണിക്കൂർ കൊണ്ടാണ് ഈ ഇത്രയും ഉയരമുള്ള സ്ഥലം പോയത്. അന്ന് രാജപാതകളൊന്നും അങ്ങനെയൊന്നും അല്ല, കല്ലും മുള്ളും പാറകളും എല്ലാം നിറഞ്ഞ വഴി, ചവിട്ടി കയറി, കുത്തനെയുള്ള കയറ്റങ്ങളെല്ലാം ചവിട്ടി കയറി ക്രിസ്തുവിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ എത്താൻ ആ ജനങ്ങളും ശിഷ്യന്മാരും ഒക്കെ ഓട്ടമായിരുന്നു, അവരവശരായി. അതുകൊണ്ടാണ് ബെഥാനിയയിൽ കർത്താവിന് ഏറ്റവും കൂടുതൽ, യേശുവിന് വിശ്രമിക്കാനും കൂടെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ബെഥാനിയയിൽ. അവിടെ വിശ്രമിക്കുകയായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ അതൊക്കെ സാധാരണ ദൃഢഗാത്രരായ സാധാരണ ജനങ്ങൾക്ക് പോലും അസാധ്യമാണത്. അപ്പോൾ അത്രയ്ക്കേറെ ബലിഷ്ഠമായ ശരീരവും മനസ്സിൻ്റെ ആ ബലവും അത്രയ്ക്കേറെ ഉണ്ടായിരുന്നു സാധാരണ ജനങ്ങളെക്കാളുമൊക്കെ. ഇതിൽ ഓരോ കുബുദ്ധികൾ പറയുന്നത് പോലെയല്ല. ക്രിസ്തു വിരോധികൾ ഓരോരുത്തർ എന്തെല്ലാമാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് തന്നെ അവർ തന്നെ യഹൂദരിലെ വിരോധികളായിട്ടുള്ളവർ പറഞ്ഞ ഭ്രാന്തനാണ്, ഭൂതബാധിതനാണ്, പിശാചിനെ കൊണ്ടാണ് ഒക്കെ ചെയ്യിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞ് ഒക്കെ വെറും പച്ച മനുഷ്യനായിട്ടാണ് അദ്ദേഹം എല്ലാം പ്രവർത്തിച്ചത്. അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ പ്രബോധനങ്ങൾ തന്നെ കണ്ണുകളാണ് നിൻ്റെ ശരീരത്തിൻ്റെ ദീപങ്ങൾ എന്ന് പറയുന്നത്. അത് യേശുവിൻ്റെ തന്നെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അനുഭവമാണ് പറയുന്നത്. കാരണം കണ്ണുകളുടെ മാസ്മരത, പ്രകാശധോരണി, കണ്ണുകളിൽ നിന്ന് സ്ഫുരിക്കുന്ന പ്രകാശധോരണി എത്രയോ പേർക്ക് അത് അനുഭവപ്പെട്ടതാണ്. നമ്മൾക്ക് കാണാം നസ്രത്തിലെ
ദേവാലയത്തിൻ്റെ ശൃംഗത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ആ സ്ഥിതി ചെയ്യുന്ന ആ കുന്നിൻ്റെ ആ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചെങ്കുത്തായ തരത്തിലോട്ട് തള്ളിയിടാൻ. കാരണം അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്, അവരെ വിമർശിച്ചതുപോലുള്ള കാര്യങ്ങളാണ്, അവരുടെ കുറ്റങ്ങളാണ് അവിടെ തുറന്നു കാട്ടി. ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലായി. അപ്പോൾ കൊല്ലാനായിട്ട് അവർ കൊണ്ടുപോയി നോക്കി. എന്നിട്ട് അവർക്ക് സാധിച്ചു. കർത്താവ് പറഞ്ഞു, കൊണ്ടുപോകാനായിട്ട് പിടിച്ചുകൊണ്ട് പോയി പറഞ്ഞു, നിങ്ങൾ വഴി മാറുവിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ നടുവിലൂടാണ് കർത്താവ് നടന്നു പോകുന്നത്. ഇത്രയും ജനക്കൂട്ടം അവരുടെ ആ എതിരാളികളുടെ കൊല്ലാൻ കൊണ്ടുപോയവരുടെ എന്താണ് വഴി മാറാൻ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആ സൂക്ഷിച്ച് നോക്കിയ ആ നേത്രങ്ങളിൽ നിന്നുള്ള ആ ദീപ്തി പ്രവാഹം അവരെ അസ്തപ്രജ്ഞരാക്കിയിരുന്നു. അവരുടെ കൈയും കാലും ഒന്നും അനങ്ങിയിരുന്നില്ല, അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് മാസ്മരശക്തിയുള്ള നേത്രങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, യേശു പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്, നിങ്ങളുടെ നയനങ്ങൾ തന്നെയാണെന്ന്. അങ്ങനെ അതിദീപ്തങ്ങളായ ആ നയനങ്ങളുടെ മാസ്മരശക്തി എത്രയോ തവണയാണ് ഇവരിങ്ങനെ പറയുന്നത്. യോഹന്നാൻ എടുത്ത് പറയുന്നത് എറിയാൻ കല്ലെടുത്തു. അതേ യേശു ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ, നിങ്ങൾ എന്തിനെന്നെ എറിയാൻ കല്ലെടുക്കുന്നു, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചതേ ഉള്ളൂ. കല്ലുകളൊക്കെ താഴെ വീണു. എല്ലാം ഒരു അസ്തപ്രജ്ഞരായി. ഒരു വിചാരണിയെ, പരസ്യ പാപിയെ വിധിക്കാനായിട്ട് കൊണ്ടുവന്ന് യേശുവിൻ്റെ അഭിപ്രായം അറിഞ്ഞ് യേശുവിനെയും കൂടെ കുറ്റം വിധിക്കാമല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയ എന്ന് പറഞ്ഞ് ആ പറച്ചിലിന് ആ ഒരു മാസ്മര ശക്തി ഉണ്ടായിരുന്നു. അവർക്ക് കല്ലെറിയാൻ പറ്റിയില്ല, കല്ലുകളെല്ലാം താഴെ വീണു. അവരെടുത്തും കൊണ്ട് അവർ ആ സ്ഥലം തന്നെ അവർ ഉപേക്ഷിച്ചു പോയി. കാരണം അവർക്ക് പറ്റത്തില്ല. ഇതൊക്കെ തുറന്ന് പറയാം, അവരിൽ പാപം ചെയ്യാത്ത ആരാ? അപ്പോൾ ഇതെല്ലാം തുറന്ന് പറയാൻ യേശുവിൻ്റെ ആജ്ഞാശക്തി നമുക്ക് പലപ്പോഴും നമുക്ക് അത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആജ്ഞാശക്തി മനുഷ്യരെ മാത്രമല്ല, പ്രപഞ്ചശക്തികളെ പോലും, കാറ്റിനെയും കടലിനെയും തിരമാലകളെയും എല്ലാം തന്നെ ഒറ്റ വാക്കുകൊണ്ട് ശാന്തമാകൂ എന്ന് പറഞ്ഞ് ഒറ്റ വാക്കുകൊണ്ട് അവരെ ശാന്തമാക്കുക, അതുപോലും അനുസരിക്കുക. കാരണം ആ വചനത്തിൻ്റെ ശക്തി അത്രത്തോളമായിരുന്നു ആ പുരുഷൻ്റെ ശക്തി, ആജ്ഞാശക്തി. അങ്ങനെ പ്രപഞ്ചശക്തികൾ പോലും അദ്ദേഹത്തിൻ്റെ ആ കഴിവിന് അധീനരായിരുന്നു. അപ്പം പിന്നെയും നമുക്ക് കാണാം, തന്നെ എതിർക്കുന്ന, തന്നെ നശിപ്പിക്കാനായിട്ട് ആലോചിച്ചിരുന്ന ഫരിസേയരും നിയമജ്ഞരും ഒക്കെ വന്ന് തർക്കിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ടല്ലോ, മുഖത്ത് നോക്കി പറയുകയാണ്, ആർക്ക് കഴിയുമെന്ന്. അവരുടെ അന്നത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യന് നേരെ, അവരുടെ നേരെ നിന്ന് സാധാരണ ഒരു മനുഷ്യന്, ഒരു പ്രവാചകന് പോലും മിണ്ടാൻ പറ്റുകയില്ല. അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ കാപട്യം നിറഞ്ഞ ഈ ജീവിതം മൂലം നിങ്ങൾക്ക് ദുരിതം എന്ന് പറയും. അപ്പോൾ നിയമജ്ഞർ എന്താണ് പറയുന്നത്, നിയമശാസ്ത്രികൾ പഠിപ്പിക്കുന്നത്, അവർ പറയും, അയ്യോ ഗുരു, ഞങ്ങൾക്കും കൂടെ ആക്ഷേപമാണ് ഇത് പറയുന്നത്. നിയമജ്ഞരെ നിങ്ങൾക്ക് നാശം എന്ന് പറയാൻ അവരതെല്ലാം കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞു? ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ദൈവാലയത്തിൽ ചെന്ന് അവിടെ കണ്ട ആ കൊള്ളരാഴികളെല്ലാം കണ്ട്, കച്ചവടമെല്ലാം കണ്ട്, വിജാതീയർക്ക് നിന്ന് മറ്റ് യഹൂദരല്ലാത്ത പല ജനതകൾക്കും നിന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലത്താണ് കച്ചവടങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല ഉത്സവ സമയത്ത്. എല്ലാം തട്ടി മറിച്ചിട്ട് അടിച്ച് കളഞ്ഞ് ചാട്ടയുണ്ടാക്കി എല്ലാം അടിച്ച് പുറത്താക്കി എല്ലാവരെയും. ആർക്ക് ചെയ്യാൻ കഴിയും? ഒരു പ്രവാചകൻ ചെയ്തിട്ടില്ല. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? മിണ്ടിയില്ല, അനങ്ങിയില്ല. അപ്പോൾ ഈ ശക്തിയെ എവിടുന്നാണ് യേശുവിന് ആ മനഃശക്തി? അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ മാസ്മര ദീപ്തി അവരെയൊക്കെ തളർത്തി കളഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്കിവിടെ ഒറ്റ കൊടുക്കാനായിട്ട് ഗെത്സമൻ തോട്ടത്തിൽ പോയ ആ യൂദാസും സന്നിധിരീൻ സംഘ ദേവാലയ സേനകളിൽപ്പെട്ടവരും
അവരുടെ ആളുകളും പിണിയാളുകളും എല്ലാം കൂടെ ചേർന്ന വലിയൊരു ജനക്കൂട്ടം ചെന്ന് അപ്പോഴെന്തുവാ കർത്താവ് പറയും, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രായനായ യേശുവിനെ. ഞാൻ തന്നെയാണ്, അവൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയന്നു പോയി. ഞാൻ തന്നെ എന്ന് പറഞ്ഞത് സാക്ഷാൽ സത്യത ഏക ദൈവമായ യഹോവയാണ്. ആ യഹോവയാണ് ഇവിടെയും പറഞ്ഞത്, യേശു തന്നെയായിരുന്നു ഇവിടെ പറഞ്ഞത്. ഞാൻ തന്നെ. അത് കേട്ടപാടെ അവർ എന്ത് ചെയ്തു? മുന്നോട്ടാഞ്ഞ് പുറകോട്ട് തന്നെ അവർ വീണു, അസ്തപ്രജ്ഞരായി വീണു. ബോധം കെട്ട് അവർക്ക് ബോധമില്ലാതെ അവർ വീണു. എന്നിട്ട് അവരെയൊക്കെ തട്ടി എണീപ്പിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളെന്നെ പിടിച്ചുകൊണ്ട് പോകും. അവിടുന്ന് തന്നെ അങ്ങ് വഴങ്ങിക്കൊടുത്തു, വിനീതനായി വഴങ്ങിക്കൊടുത്തു, നിങ്ങളെന്നെ പിടിച്ചുകൊണ്ട് പോയിക്കോ, ഒരു കുഴപ്പവുമില്ല എന്ന്. ഇനി അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മനഃശക്തി ആലോചിച്ച് നോക്കണം. കുരിശിൽ കിടന്ന് ആ മരണവേദന അനുഭവിക്കുമ്പോഴും വലതുവശത്തുണ്ടായിരുന്ന കുറ്റവാളിയുടെ ആ കുമ്പസാരം, പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ, അതും കേട്ടിട്ട് പറഞ്ഞ് അവനും പാപമോചനം ഉടൻ തന്നെ, അതുപോലെ പർദീസ സ്വീകരണവും അവന് ഉടൻ തന്നെ സ്വർഗരാജ്യ പ്രവേശനവും യേശുവിൻ്റെയോടൊപ്പം തന്നെ സാധ്യമാക്കി. അതൊക്കെ ഒരു ആ മനഃശാന്തത, ആ മനഃശക്തി, സൗമ്യത എല്ലാം ആ കഠിന വേദനയിലും സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ അസാധാരണത്വമല്ലേ, അസാധാരണമായൊരു വ്യക്തിത്വമല്ലേ. ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൽ അടുത്ത് നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ, ഓരോ അധ്യായവും പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ എന്നാലും പൊതുവെ യേശു എന്ന വ്യക്തി എങ്ങനെയായിരുന്നു എന്നറിയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇനി പഠിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടും. മറ്റുള്ളവർക്കും ക്രൈസ്തവരും, അതായത് ക്രിസ്ത്യാനികളല്ലാത്തവർക്കും അത് ഏറ്റവും പ്രയോജനപ്പെടും. അത് നിങ്ങളെ പ്രയോജനപ്രദമാക്കണം. അങ്ങനെ അറിയുന്നതാണ് എനിക്ക് സന്തോഷം. അങ്ങനെ അറിയുന്നത് എങ്ങനെയാണ്? ഈ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോഴാണ് എനിക്ക് അത് മനസ്സിലാകുന്നത്, എത്രയും പേര് പഠിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ. അപ്പോൾ എൻ്റെ 137 വീഡിയോകൾ നിങ്ങൾക്കതിൽ കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത്. ആദ്യം മുതൽ ഇതുപോലുള്ള പാഠങ്ങളൊക്കെയാണ്, മറ്റുള്ളവർ പറയാത്തതോ പഠിപ്പിക്കാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിരിക്കും കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം. പിന്നെ കുറച്ച് ഷോർട്സ് റീൽസ് 3, 4, 5, 6 മിനിറ്റുകളൊക്കെ എടുത്തിട്ടുള്ള റീൽസുണ്ട്. അവയും കേട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കിനി അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് പുതിയ പാഠങ്ങൾ, അതായത് ലൂക്കായുടെ സുവിശേഷമാണ് ഞാൻ സുവിശേഷ ഭാഗം എടുക്കുന്നത്, ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിൽ ഇനി 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായം നമുക്ക് തുടങ്ങാം. കർത്താവ് നമ്മളെല്ലാവരെയും അതിനെ അനുഗ്രഹിക്കട്ടെ, പ്രാപ്തരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ.